ഈ 2 ദിവസം അറ്റൻഡ് ചെയ്തപ്പോഴേ, ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും മേക്കപ്പിലും ഹെയർ സ്റ്റൈലിലും ഒക്കെ എന്തുമാത്രം പഠിക്കാനുണ്ട് ഇനിയും എന്നുള്ളത്. ഇതിന് വരാത്തവർ, ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരിപാടിക്ക് വരാത്തവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ റഷീദിനോട് ചോദിച്ചു, മുംബൈയിൽ നിന്നും ഹോളിവുഡിൽ നിന്നും ഒക്കെ മേക്കപ്പിന് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇവരുമായിട്ട് എങ്ങനെ ബന്ധം? അപ്പോൾ റഷീദ് പറഞ്ഞത്, നമുക്ക് ഒരുപാട് പഠിക്കണമെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ തേടി പോകണം. ഹോളിവുഡിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുമായിട്ട് ഇപ്പോഴും എനിക്ക് ഇമെയിൽ കോൺടാക്റ്റ് ഉണ്ട്. നമ്മൾ തേടി പോകണം, എന്നാലേ നമുക്ക് അറിവ് വളരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തനിക്ക് കിട്ടിയ അറിവ് ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടണം എന്ന് വിചാരിച്ച ആ നല്ല മനസ്സിന്റെ ഇതാണ് ഇന്നത്തെ ഈ സ്ഥാപനം ഉണ്ടാവാൻ തന്നെ കാരണം. ഇന്നത്തെ തലമുറയിൽ ഒരുപാട് ഭാഗ്യം ചെയ്തവർ, അതിനൊന്നും പണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലായിരുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, പണ്ട് മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്ത് പിന്നെയാണ് ഒരു മേക്കപ്പ് മാൻ ആയിട്ട് വരുന്നത്. അതല്ല ഇപ്പോഴത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കാണ് തിയേറ്ററുകളായിട്ട്, പിന്നെ നാടകത്തിനുള്ള മാത്രമല്ലാതെ ടെലിവിഷൻ, പിന്നെ ഫിലിം, എല്ലാത്തിനുള്ള മേക്കപ്പാണ് ചേച്ചികൾ പഠിപ്പിക്കുന്നത്. ഇത് ഡിപ്ലോമോ. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന 1 വർഷം പിന്നെ ക്രാഷ് കോഴ്സ് ഉണ്ട്, പിന്നെ വയസ്സായവർ, പിന്നെ ഒരുപാട് ക്യാരക്ടർ മേക്കപ്പ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ പഠിച്ച് വെളിയിൽ വരികയാണെങ്കിൽ, ഡിപ്ലോമോട് കൂടെ വരികയാണെങ്കിൽ നാഷണലി ആൻഡ് ഇന്റർനാഷണലി അവർക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപാട് നല്ലതാണ്. അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിനും അവരുടെ കൂടെ ഉള്ളവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ ജയ പള്ളാശ്ശേരി ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ ദാസൻ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഞങ്ങളെ കേൾക്കാനായി ഇരിക്കുന്ന ഇത്രയും സമ്മതരായ ആളുകളോടൊപ്പം ഒരു വേദി പങ്കിടാനായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള അവസരം തെളിയിച്ച് തന്നത് റഷീദാണ്. കാരണം ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന ഒരു ഗാനമേള ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടില്ല. ഞാൻ ഗാനമേളകളിൽ പാടുമായിരുന്നു. അന്ന് കോങ്കോഡ്രം എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വായിച്ചിരുന്ന ആളാണ് പഠനം റഷീദ്. അതൊരു പാരമ്പര്യത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹത്തിൽ നിന്നുണ്ടായതാണ്. അതുപോലെ